വറഹ്മത്തുള്ളാഹി. ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അഭിനന്ദനായ അധ്യക്ഷൻ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി, ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം ദഹ്ലാൻ ബാഖവി, ജാഥ ഉപ ക്യാപ്റ്റന്മാരായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, റോയി അറക്കൽ, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ്, ജനറൽ സെക്രട്ടറിമാരായ അജ്മൽ ഇസ്മായിൽ, പി പി റഫീഖ്, സംസ്ഥാന സെക്രട്ടറിമാരായ കൃഷ്ണൻ എരഞ്ഞിക്കൽ, ജോൺസൺ കണ്ടച്ചിറ, പി ജമീല, പി ആർ സിയാദ്, കെ കെ അബ്ദുൽ ജബ്ബാർ, പാർട്ടിയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി, മുർഷിദ്, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇക്റാമുൽ ഹക്ക്, ഇവിടെ അഭിവാദ്യമർപ്പിച്ച ലൈല ശംസുദ്ദീൻ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളായ അൻസാരി അനാത്ത്, അഷ്റഫ് റാവച്ചമ്പലം, ഡോക്ടർ സി എച്ച് അഷ്റഫ്, വി എം ഫൈസൽ, മുസ്തഫ പാലേരി, പി എം അഹമ്മദ്, എം ഫാറൂഖ്, എം എം താഹിർ, ജോർജ് മുണ്ടക്കയം, ടി നാസിർ, വേദിയിലുള്ള പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളുമായ സയ്യിദലവി ഹാജി, എ ബീരാൻകുട്ടി, മുസ്തഫ പാമ്പങ്ങാടൻ, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ, പി ഷരീഖാൻ, സുനിയ സിറാജ്, ഉസ്മാൻ കരുളായി, കെ സി അബ്ദുസ്സലാം, എ കെ അബ്ദുൽ മജീദ്, നജീബ് തിരൂർ, സൽമ സ്വാലിഹ്, സൗമ്യ കാലടി, അഡ്വക്കേറ്റ് എ റഹീം, മുസ്തഫ മാസ്റ്റർ, ഫത്തഹ് മാസ്റ്റർ, ഇർഷാദ് മുറയൂർ, ഹംസ തലകാപ്പ്, ശംസുദ്ദീൻ പെരിന്തൽമണ്ണ, ജുബൈർ കല്ലൻ, ഹമീദ് പരപ്പനങ്ങാടി, കല്ലൻ അബൂബക്കർ മാസ്റ്റർ, ജാസ്മിൻ, വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ജാസ്മിൻ ഉൾപ്പെടെയുള്ള വേദിയിലുള്ള നേതാക്കന്മാരെ, കർമ്മോത്സുകരായ പാർട്ടിയുടെ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള നാട്ടുകാരെ, കഴിഞ്ഞ 14-ാം തീയതി കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച ഈ യാത്ര മലപ്പുറം ജില്ലയിൽ എത്തിച്ചേരുമ്പോൾ ഞാൻ വേദിയിൽ പേര് പറയാൻ വിട്ടുപോയ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരിയും വേദിയിലുണ്ട്. ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ അതിൻ്റെ സ്വീകരണം കഴിഞ്ഞ് ഇന്ന് മലപ്പുറത്തെത്തുമ്പോൾ വലിയ പ്രതീക്ഷയും അതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്ത ബോധവുമാണ് ഞങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത്തരമൊരു സ്വീകരണം മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് അതിൻ്റെ താഴെ തട്ട് വരെയുള്ള മുഴുവൻ ഘടകങ്ങളും ഇടപെട്ടുകൊണ്ട് ഓരോ പ്രവർത്തകൻ്റെയും സജീവമായ പങ്കാളിത്തത്തോടെ ഇത്രയും വലിയ ഒരു ജനാവലി ഇവിടെ സംഘടിപ്പിച്ചതിന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ ഘടകങ്ങളോടും അഗൈതവമായ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നൽകിയ സ്വീകരണത്തിനും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ഈ ജാഥയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരാൾ എന്ന നിലയിലും ജില്ലാ കമ്മിറ്റിക്കും നിങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, കാസർഗോഡ് നിന്നിൻ്റെ പ്രയാണം തുടരുമ്പോൾ ഞങ്ങൾ സഞ്ചരിച്ച വഴിയോരങ്ങളിൽ ഞങ്ങളെ പ്രത്യാഭിവാദ്യം ചെയ്ത ആളുകളുടെ മുഖത്ത് ഞങ്ങൾ കണ്ട ഒരു പിന്തുണയുടെ ഒരു പുഞ്ചിരിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടിയ ജനങ്ങൾ ഈ പ്രയാണത്തിന് പ്രഖ്യാപിച്ച പരസ്യമായ പിന്തുണയുണ്ട്. ഇതെല്ലാം ഈ പ്രസ്ഥാനത്തിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ട് മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോഴും
അതിനനുസൃതമായി ജനാധിപത്യ ഇന്ത്യയെ കരുത്തുറ്റ ഒന്നാക്കി തീർക്കുന്നതിന് വേണ്ടി നിർഭയത്വത്തോടെ നിങ്ങളുടെ മുന്നിൽ നിന്നും ഇതിനെ നയിക്കാൻ ഈ പ്രസ്ഥാനം ഉണ്ടാകുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. ഇവിടെ ബഹുമാനായ തുളസീധരൻ പള്ളിക്കൽ ഉൾപ്പെടെ ചില വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു. ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. എനിക്കെൻ്റെ മുന്നിലിരിക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, 1980-കൾ വരെ ലോകത്ത് സജീവമായിരുന്ന സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന വലിയൊരു ചേരി ഉണ്ടായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ എന്നാണ് ഇന്നത്തെ റഷ്യയും, അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നും പിരിഞ്ഞുപോയ ഒരുപാട് സ്റ്റേറ്റുകളുടെ യൂണിയനായ ആ സംവിധാനത്തെക്കുറിച്ച് ലോകം പരാമർശിച്ചിരുന്നത്. സോവിയറ്റ് യൂണിയൻ എന്നായിരുന്നു. 1917 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ മാർക്സിസം കൈക്കരുത്ത് കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമം നടത്തി ഒരു രാജ്യത്ത് നിലനിന്നിരുന്ന സമൂഹത്തിൻ്റെ വിശ്വാസപരമായ വൈവിധ്യങ്ങളെ തകർത്ത് ആരാധനാ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിട്ട് അവരുടെ സംസാരങ്ങൾക്കും ആഹാര രീതികൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തി അങ്ങനെ പട്ടാളം കൊണ്ടും സംവിധാനം കൊണ്ടും അധികാരത്തിൻ്റെ ഗർവ് കൊണ്ടും ആ ജനതയെ അടിമവൽക്കരിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു സംവിധാനമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ, 1980-കൾ വരെ കരുത്താർജിച്ചൊരു സംവിധാനമായിരുന്നു എന്ന് പറയുമ്പോൾ, ലോകത്തൊരു നിർണായകമായ ചേരിയുടെ നായകത്വം വഹിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ, അതിൻ്റെ അന്തകൻ എന്ന ആളുകൾ നിരീക്ഷിക്കുന്ന അതിൻ്റെ ഒടുക്കത്തെ അഥവാ സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ഉണ്ട്. ഗോർബച്ചോവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സോവിയറ്റ് യൂണിയന്റെ പല സ്റ്റേറ്റുകളും സ്വതന്ത്രവാദം ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിസന്ധി സോവിയറ്റ് യൂണിയൻ അഭിമുഖീകരിക്കുകയാണ്. നാം കാണുന്ന ചെച്ചനിയ ഉൾപ്പെടെയുള്ള, അങ്ങനെ ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും എന്നെല്ലാം പറയുന്ന ഇതെല്ലാം ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. ഓരോ പ്രവിശ്യകൾക്കും അവരുടെ മതവിശ്വാസവും പാരമ്പര്യമായ സംസ്കാരവും അവരുടെ തനിമകളുമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ 3/4 നൂറ്റാണ്ട് അതിനെല്ലാം അടിച്ചമർത്തി വളരെ ഏകാധിപത്യ ഭരണം നടത്തിയ സോവിയറ്റ് യൂണിയന്റെ ഭരണകർത്താക്കളെ കുറിച്ച്, ആ മാർക്സിസ്റ്റ് നേതാക്കളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് ശൈലിയെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ ഒരു സർവാധിപത്യ രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. മതവിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമില്ല. ലക്ഷക്കണക്കിന് മതപണ്ഡിതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സോവിയറ്റ് ഐക്യ യൂണിയൻ സൃഷ്ടിക്കുന്നതിന് സഹായകരമായി അവർ ഉപയോഗപ്പെടുത്തിയ മതവിശ്വാസികളുടെ നേതൃത്വത്തെയും കൊന്നൊടുക്കിയിട്ടുണ്ട്. സർവ മതഗ്രന്ഥങ്ങൾക്കും, ക്രൈസ്തവ മതഗ്രന്ഥത്തിനും ഇസ്ലാമിക ഗ്രന്ഥങ്ങൾക്കും അതിൻ്റെ വർത്തമാനത്തിനും അതിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മതഗ്രന്ഥം പാരായണം ചെയ്തുവെന്ന് അറിഞ്ഞാൽ പട്ടാളം അവരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടക്കുന്ന ഭീകരമായ ഭരണകൂട നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു സോവിയറ്റ് യൂണിയൻ. നമുക്കത് ബോധ്യമുണ്ടാകണം. എന്നാൽ 1980-കളിൽ ലോകം സോവിയറ്റ് യൂണിയനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇന്നത്തെ അമേരിക്കയുടെ ആ ശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള സൈനിക സംവിധാനമുള്ള, സാമ്പത്തിക സ്രോതസ്സുള്ള, ഖനി ഉൾപ്പെടെയുള്ള ഒരു വലിയ സംവിധാനമായിരുന്നു. ജനസംഖ്യയും 80-കളിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ആ സമയത്ത് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റായിരുന്ന ഗോർബച്ചോവ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന മാർഗരറ്റ് താച്ചറോട് ചോദിച്ചു, ഞങ്ങളുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞൊരു മറുപടിയുണ്ട്, നിങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കണം. എന്താണ് ഇന്ത്യയുടെ പ്രത്യേകത? ആയിരക്കണക്കിന് ഭാഷകളും സംസ്കാരവുമുള്ള രാജ്യമാണ്. വൈവിധ്യങ്ങളുടെ പൂങ്കാവനമാണ് ഇന്ത്യ. ഏതെങ്കിലും ഒരു മതസംവിധാനത്തിന് വിധേയമായ ഒരു ഭരണ സംവിധാനമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. മാർക്സിസ്റ്റ് മതത്തിന്റെ കിരാതവാഴ്ചയാണ് സോവിയറ്റ് യൂണിയൻ പട്ടാളത്തിന്റെ പിൻബലത്തോടെ ആ ഭീകരവാദികൾ നടപ്പിലാക്കിയതെങ്കിൽ ഇന്ത്യയിലേക്ക് നിങ്ങൾ നോക്കുക. ഇന്ത്യ മതനിരപേക്ഷമാണ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും മതം വിശ്വസിക്കാനും അത് അനുവർത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ജനത വൈവിധ്യങ്ങളെ മാനിച്ചുകൊണ്ട് ഒരുമയോടെ മുന്നോട്ട് പോകുന്നു. വിവിധ സ്റ്റേറ്റുകളുടെ യൂണിയനാണ് ഇന്ത്യയെങ്കിലും
വിഘടനവാദമില്ലാതെ വിധ്വംസക പ്രവർത്തനമില്ലാതെ ഒരുമയോടെ മുന്നോട്ട് പോകുന്നുവെന്ന് പറഞ്ഞാൽ അതിന് കാരണമായി വർത്തിക്കുന്നത് ബഹുത്വ നിയമമായി അംഗീകരിച്ച മാനവികതയിലൂന്ന് ഇന്ത്യയുടെ ഭരണഘടനയാണ് എന്ന് അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ പറഞ്ഞുവെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സോവിയറ്റ് യൂണിയനിൽ തകർത്തതുപോലെ ആര്യവംശീയ ബ്രാഹ്മണ്യത്തിന് ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഭരണഘടന അന്ധകരാകുന്നു നമുക്ക് ബോധ്യമുണ്ട്. അപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, സമാനമായ സാഹചര്യമാണ് ഇന്ത്യയിൽ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ആദിവാസി ജനവിഭാഗത്തിന്റെ ഭൂവിഭവങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കുത്തകകൾക്ക് തീരെഴുതി കൊടുത്ത് അവിടെയെല്ലാം ഖനനം നടത്താൻ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ കുടിയിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒന്ന് സിന്ദാബാദ് വിളിച്ചാൽ മാവോ സേതുങ്ങിന്റെ പേര് പോലും പറയാൻ അറിയാത്ത നിഷ്കളങ്കരുടെ നെഞ്ചത്ത് മാവോയിസ്റ്റുകൾ എന്ന ചാപ്പ കൊട്ടിക്കൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മതസ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ, പൗരത്വത്തിന്റെ പേരിൽ വിവേചനം കാണിക്കുമ്പോൾ തെരുവിൽ സമരം നടത്തുന്നവർക്കെതിരെ അസഹിഷ്ണുതയുടെ സമീപനമാണ് ഈ ഭരണകൂടം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ മതവിഭാഗത്തിനെതിരെ ശക്തമായ നീക്കം ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പല സംസ്ഥാനങ്ങളും മതപ്രചരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വിഭാവന ചെയ്യുന്ന മതസ്വാതന്ത്ര്യമാണ്, മനുഷ്യ സ്വാതന്ത്ര്യമാണ്. മതസ്വാതന്ത്ര്യത്തെ നിർവചിക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്ത് ഒരു രാജ്യത്തും കാണാൻ പറ്റാത്ത നിർവചനമാണ് മതസ്വാതന്ത്ര്യത്തിന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള മതം, ഇഷ്ടോച്ചാനുസാരം മതം അവലംബിക്കാം, അത് അനുവർത്തിക്കാം, അത് പ്രചരിപ്പിക്കാമെന്ന അത് പ്രചരിപ്പിക്കലും ഒരു പൗരന്റെ മൗലികമായ അവകാശമെന്ന് കൃത്യമായി നിർവചിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന. അതിന് വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു. ഈ നിലയിൽ രാജ്യത്തിന്റെ ബഹുത്വത്തെയും ബഹുസ്വരതയും തകർത്തുകൊണ്ട് മനുഷ്യർ പരസ്പരം അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ ഭരണഘടന തകർക്കുന്നുവെന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ നന്മയെ തകർക്കുന്നുവെന്നാണ് തിരിച്ചറിയേണ്ടത്. സ്വാതന്ത്ര്യത്തെ കവർച്ച ചെയ്യുന്നുവെന്നതാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മതം വിശ്വസിക്കാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമല്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, ഭക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പശുവിന്റെ പേര് പറഞ്ഞ് ഒരുപക്ഷെ പലരും വിസ്മരിച്ചിട്ടുണ്ടാകാം. താൻ വാങ്ങിയ ഭക്ഷണം, മാംസം പശുവിൻ്റെതല്ല എന്ന് ബോധ്യമുള്ളപ്പോഴും അടുക്കളയിൽ ഫ്രിഡ്ജിലിരുന്ന മാംസം പശുവിൻ്റെതാണ് എന്ന് ആരോപണം ഉന്നയിച്ച് തെരുവിലിട്ടൊരാളെ തല്ലിക്കൊല്ലാൻ ലൈസൻസ് ഉള്ള ഒരു നാടായി മാറുന്നുവെങ്കിൽ, അങ്ങനെ തല്ലിക്കൊല്ലുമ്പോൾ എന്തുകൊണ്ട് തല്ലിക്കൊന്നുവെന്ന് ചോദിച്ചാൽ പശുമാംസം സൂക്ഷിച്ചത് കൊണ്ടാണ് എന്ന് മറുപടി പറയുമ്പോൾ അതൊരു ന്യായമായി കാണുന്ന പൊതുബോധം വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അരുടായ്മക്കെതിരെയാണ്, ആ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെയാണ് നാം നിലപാട് സ്വീകരിക്കേണ്ടത്. ആ സ്വാതന്ത്ര്യമാണ് രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് വകവെച്ച് നൽകുന്നത്. അതൊരു ചെറിയ കാര്യമല്ല, അത് ഭരണഘടനാ വിരുദ്ധമായ ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം. അതോടൊപ്പം തന്നെ ഏത് സംഗതികൾക്കും ഞാൻ ഒരു പൊതുതട്ടം കൊണ്ട് സ്വാതന്ത്ര്യം പറയുന്നിടത്ത് തുളസീധരൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയും സൗഹൃദത്തെയും തകർക്കാത്ത, രാജ്യത്തിന്റെ അഖണ്ഡതയും സൗഹൃദത്തെയും തകർക്കാത്ത ഏത് സ്വാതന്ത്ര്യവും രാജ്യത്തിന്റെ ഭരണഘടന പൗരന്മാർക്ക് വകവെച്ച് നൽകുന്നുണ്ട്. അത് മുഴുവനും കവർച്ച ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഇവിടെ പ്രശ്നമുണ്ടോ? ആരെങ്കിലും പ്രതിഷേധിക്കുന്നുണ്ടോ? ജനാധിപത്യ സമൂഹത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ടോ? ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ടെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കണ്ട. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന, ഈ യാത്രയിൽ പ്രത്യേകമായി പറയുന്ന പൗരാവകാശം കവർന്നെടുക്കുന്ന നിയമങ്ങളുടെ നിർമ്മാണം തുടങ്ങിയത് ഒരു സംഘ് പരിവാർ ഗവൺമെന്റ് മാത്രമാണ് എന്ന വിചാരവും നമുക്ക് വേണ്ട. ഒരുപക്ഷെ ഒരു 30 കൊല്ലത്തിനിടയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുന്നവർക്കറിയാം. ടാട കൊണ്ടുവന്നു, പോട്ട കൊണ്ടുവന്നു, ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു. ഈ നിയമങ്ങളുടെ പേരിൽ ഇരകളാക്കപ്പെട്ടവർ ഈ രാജ്യത്തിന്റെ മതന്യൂനപക്ഷങ്ങളും മർദ്ദിത ജനവിഭാഗങ്ങളുമായിരുന്നു.
ഇതെല്ലാം ഇവിടെ കൊണ്ടുവരുമ്പോൾ RSSകാര് കുറച്ചുകൂടി അവിടെ താല്പര്യം കടത്തിക്കൂട്ടി. കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്നു. കേരളത്തിൽ പോലും ഒരു പോലീസുകാരന്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ജാമ്യം കിട്ടാത്ത വകുപ്പിട്ട് കേസെടുക്കാനുള്ള അവകാശം കോടിയേരി ബാലകൃഷ്ണന്റെ കാലത്താ കൊണ്ടുവന്നത്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത നിയമങ്ങൾ, അങ്ങനെ പൗരാവകാശം കവർന്നെടുക്കുന്ന നിയമങ്ങളുടെ നിർമ്മാണം ഓരോ ഗവൺമെന്റ് മാറി മാറി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യം, ഇന്ത്യ എന്ന് നമ്മൾ പറയാത്തത് എന്താണെന്നറിയോ? അത് ഒരു ദുരിതത്തിന്റെ പേരായി പലരും ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മഹാദുരിതത്തിന്റെ പേരായി മാറി, പരസ്പരം വിശ്വാസമില്ലാത്ത ഒരു സംവിധാനത്തിന്റെ പേരായി മാറി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് രാജ്യം എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യം ഈ കോലത്തിനാക്കിയത് RSSകാരും നരേന്ദ്രമോദിയും മാത്രമാണ് എന്ന് നമ്മൾ നിഷ്കളങ്കമായി വിശ്വസിക്കരുത്. അവിടെയാണ് നമ്മുടെ അബദ്ധം, അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വമില്ലായ്മ. ആരാണ് ഈ രാജ്യത്തെ 75 വർഷം കൊണ്ട് രാജ്യത്തെ കോലത്തിലാക്കിയതാരാ? ആരാ ഇന്ത്യ ഭരിച്ചിരുന്നത്? ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളും കൈവെള്ളയിലിട്ട് അമ്മാനമാടിയിരുന്നതാരാ? നമ്മൾ കൃത്യമായി ധാരണയുണ്ടാകണം, പുതിയ തലമുറയ്ക്ക് ബോധ്യമുണ്ടാകണം. ഇന്റർനാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ ഭരിച്ചു, അവരുടെ തണലിലാണ് RSS വളർന്നത്. ഞാൻ കഴിഞ്ഞ സ്വീകരണ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, ഒറ്റ കാര്യം ഞാൻ അനുബന്ധമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ BJP എന്ന അല്ലെങ്കിൽ ജനസംഘം എന്ന ഒരു പാർട്ടിക്ക് രൂപം കൊടുക്കുന്നതിന് മുമ്പ് RSS ചെയ്തത് RSSന് വേണ്ടപ്പെട്ടവരെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നൈരൂപീകരണ സംവിധാനങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ഹിന്ദു മഹാസഭയിലൂടെ കോൺഗ്രസിലേക്ക് വന്നവരുണ്ട്. ശേഷം അതിൻ്റെ ഒരു വലിയ തുടർച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് രാഷ്ട്ര സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത നരസിംഹറാവുവിന് പ്രത്യേകമായ ആദരവ് കൊടുക്കാൻ സംഘപരിവാർ ഗവൺമെന്റ് രംഗത്ത് വന്നത്. വളരെ കൃത്യമായി നരസിംഹറാവുവിനെ കുറിച്ച് മാത്രമാണോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമൽനാഥ് പോകാനിരിക്കുന്നു? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. കോൺഗ്രസിന്റെ ഒരുപക്ഷെ കേരളത്തിന് പുറത്തുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും BJPയിലേക്ക് പോകാൻ ക്യൂ നിൽക്കുന്ന സ്ഥിതിവിശേഷമാണെങ്കിൽ, രാജ്യത്തിങ്ങനെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെങ്കിൽ അത് യാദൃച്ഛികമല്ല. RSSന് കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. BJPക്ക് അധികാരമുള്ളത് കൊണ്ടല്ല. RSSകാരായ അവർക്ക് വേണ്ടപ്പെട്ട IPSകാരെ വെച്ചുകൊണ്ട് പിണറായി ഗവൺമെന്റിന്റെ പിൻബലത്തോടെ, അതിനു മുമ്പ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പിലൂടെ, അതോടൊപ്പം തന്നെ മാറി മാറി വന്ന ഭരണകൂടത്തിന്റെ തണലിൽ വേണ്ടപ്പെട്ടവരെ പ്രതിഷ്ഠിച്ച് അവരാണ് പാലക്കാട് സിറാജുന്നസയെ വെടിവെച്ച് എനിക്ക് മുസ്ലിം മയ്യത്ത് കാണണമെന്ന് പറഞ്ഞ IPSകാരുടെ മുൻഗാമികൾ. അങ്ങനെ അത്തരം ആളുകളെ നിശ്ചയിച്ചുകൊണ്ട് പോലീസ് സംവിധാനത്തെ ആര് ഭരിച്ചാലും RSSന് വേണ്ടപ്പെട്ടതാക്കി തീർക്കാൻ അവർക്ക് സാധ്യമായിട്ടുണ്ട്. സർവീസ് മേഖലകളെ ആക്കി തീർക്കാൻ സാധ്യമായിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയം ബ്രാഹ്മണ്യത്തിന് വിധേയമായി, RSSന് വിധേയമായി മാത്രം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് എത്തിക്കാൻ അത് BJPയുടെ എന്നതല്ല, സാമ്പ്രദായിക പാർട്ടികളെ മുഴുവനും അത്തരത്തിൽ RSSന്റെ അജണ്ടയ്ക്ക് വിധേയമായി അവർ ചർച്ച ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളാക്കി മാറ്റാൻ RSSന് സാധ്യമായിട്ടുണ്ട്. അപകടത്തെ നമ്മൾ ലാഘവത്തോടെ കാണാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ RSSന്റെ ബൗദ്ധിക സ്രോതസ്സിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങളാണ് ഇന്ത്യ ഇതുവരെ ഭരിച്ച മുഴുവൻ പാർട്ടികളും നടപ്പിലാക്കിയത്. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പലയിടത്തും പറയുന്നു, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. കാരണം അതിന് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷമാണെങ്കിൽ ഗുജറാത്തിൽ മാത്രമാണെന്ന്. ഗുജറാത്തിന് മുമ്പ് ഒരുപാട് നാടുകളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭഗൽപൂരും ജഗൽപൂരും ജാംഷഡ്പൂരും അഹമ്മദാബാദും അലിഗഡും മീറത്തും സൂറത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ പഴയ തൂലികയൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യമായി ഇതെല്ലാം വായിക്കുന്നത് അന്നത്തെ യൂത്ത് ലീഗിന്റെ തൂലികയിൽ നിന്നാണ്.
ഇങ്ങനെ ഒരുപാട് നാടുകളുടെ പേര് മുഴുവൻ മതസംഘടനകളും എഴുതിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫയൊക്കെ സെൻസിങ്ങിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഈ നാടിൽ ജനകീയ വിപ്ലവം നടന്നിട്ടല്ല, ജനാധിപത്യ വിപ്ലവം നടന്നിട്ടല്ല, ഏതെങ്കിലും മാതൃകാപരമായ പ്രവർത്തനം നടന്നതിന്റെ പേരിലല്ല. ആയിരക്കണക്കിന് മനുഷ്യ മക്കളെ സംഘപരിവാർ കശാപ്പ് ചെയ്യുകയോ ജീവനോടെ കുഴിച്ചു മൂടുകയോ ചെയ്ത നാടിയും അർത്ഥത്തിലാണ് ഈ നാടിന് മുഴുവനും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. 989 മെഹബൂബ് മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ ചട്ടൂർ സാഹിബ് ജനാധിപത്യം നൽകുന്ന പിൻബലത്തോടെ ആർജവമുള്ള ഒരു നിലപാട് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ സ്വീകരിച്ചു. എന്തായിരുന്നു കാരണമെന്നറിയോ? പകൽപൂരിൽ നൂറുകണക്കിന് മനുഷ്യ മക്കളെ മുസ്ലിങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ട് അതിന്റെ മുകളിൽ പച്ചക്കറി കൃഷി ചെയ്ത ആ വേദനാജനകമായ സംഭവമായിരുന്നുവെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം ഈ രാജ്യത്ത് നടന്നിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഒരു പക്ഷെ നമ്മെ കുറ്റപ്പെടുത്തുന്ന ഇന്ത്യ മുന്നണി വന്നാൽ, രാഹുൽജി വന്നാൽ, അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങള് RSS പിന്തുണച്ചാൽ തൽക്കാലം നമുക്ക് മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കുന്ന ആ നിഷ്കളങ്കരോട് ചോദിക്കണം. ഇതെല്ലാം ഇവിടെ അരങ്ങേറിയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാന്തരയുടെ ചരിത്രത്തിൽ ഈ ഗവൺമെന്റ് എല്ലാം ഭരിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ അനാഥമാക്കുന്ന, കലാപത്തിന് ഇരകളാക്കുന്ന, കലാപത്തിന് RSS കാർമ്മികത്വം വഹിച്ചിട്ട് ഒരു RSSകാരനെ എങ്കിലും കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ? ഒരുപാട് നമ്മൾ ചോദിക്കുന്നില്ല. ഒരാളെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? 92 ഡിസംബറിന്റെ പ്രശ്നം ഉൾപ്പെടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ബോംബെയിൽ നടന്ന കലാപം നമുക്കറിയാം. ഞാനാണ് ചെയ്തതെന്ന് ബാൽ താക്കറെ പറഞ്ഞിട്ടും, എൻ്റെ കുട്ടികളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും പ്രതീകാത്മകമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു 24 മണിക്കൂർ ശിക്ഷ വാങ്ങി കൊടുക്കാവുന്ന ഒരു വകുപ്പിട്ട് കേസെടുക്കാൻ അന്ന് മഹാരാഷ്ട്രയുടെ കോൺഗ്രസ് ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? അതിനു മുമ്പ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചു പോരുന്ന ഈ സെൻട്രൽ ഗവൺമെന്റിന് ഇത്തരം കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആയിരക്കണക്കിന് കലാപങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇരകളാക്കപ്പെട്ടിട്ടും ഒരിടത്ത് പോലും ഒരാളെ പോലും ശിക്ഷിക്കാൻ, നിയമപരമായി നടപടി സ്വീകരിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റുകളുടെ തണലിലായിരുന്നു ഈ കലാപകാരികൾ വളർന്നത്. നമുക്ക് എങ്ങനെ അത് മറക്കാൻ കഴിയുക? അതുകൊണ്ട് ഇത് മോഡിയുടെ കാലം മുതലാണ് എന്ന അബദ്ധ ധാരണ നമുക്ക് വേണ്ട. എന്തുകൊണ്ടാണ് ഒരു ബദൽ രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത്? ഞങ്ങളിത് പറയുമ്പോൾ ചോദിക്കും ലീഗിനെതിരെയെന്ന്. ലീഗിനെതിരെയല്ല, ലീഗിനെതിരെ എന്നതല്ല. നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ ആർക്ക്? സമൂഹത്തിന്. എനിക്കിപ്പോൾ ഇക്രാം സാഹിബ് ഇവിടെ നമ്മുടെ സഭയുടെ ചെയർമാൻ അല്ലേ, മൊയ്നത്തുൽ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ വിചാരിക്കുകയായിരുന്നു. എന്താണെന്നറിയോ? ആര് പറഞ്ഞിട്ടാണ് ആ പള്ളിയുടെ പണി നിർത്തിവെച്ചത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. പണി നിർത്തിവെച്ചു എന്നാണ്, അത് ഭരണകൂടം പറഞ്ഞിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇവിടെ പാണക്കാട്ടെ പുതിയ കാളി ഭവൻ വരുമ്പോൾ അതിനെതിരെ ഒരു തർക്കം വന്നാൽ എന്തായിരിക്കും അതിന്റെ സമീപനം? അപ്പൊ അവനവന്റെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ അവരവർ ക്രമീകരണം ഒരുക്കും. വലിയ മതിൽക്കെട്ടുണ്ടാകും, അതിൽ നിയമ നടപടി ഉണ്ടാകും. അതിൽ തർക്കമുന്നയിക്കാൻ പോലും അംഗീകരിക്കില്ല. സമസ്തയിൽ മുഷാവറ മെമ്പർ ആക്കാത്തതിന്റെ പ്രകോപനം പോലും നമുക്ക് ബോധ്യമുണ്ട്, നമുക്കത് ബോധ്യമുണ്ട്. പക്ഷേ 421 വർഷം ആരാധന നടത്തിയ ഒരു പള്ളി, ആ കാളിയാണ് പറയുന്നത്, കാളി പറയാണ് ഈ നിലയിൽ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുന്ന നിലപാട് ഒരു സമൂഹത്തിന് ജനാധിപത്യപരമായി സുരക്ഷിതത്വം ഒരുക്കുന്ന നിലപാടല്ല. ഭരണഘടന വെച്ച് പറയട്ടെ, അത് മാത്രമാണോ RSSകാരും നിരന്തരം സന്ദർശനം നടത്തുന്നത്? ഏറ്റവും പുതിയ വാർത്ത ഞാൻ വായിച്ചതല്ല, ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. ഇവിടെ NDAയുടെ സുരേന്ദ്രൻ നാഴികക്ക് 40 വട്ടം മുസ്ലിം സമുദായത്തെയും അതിൻ്റെ പണ്ഡിതന്മാരെയും പ്രത്യേകിച്ച് എന്തെല്ലാം ഭാഷയാണ് അയാൾ പ്രയോഗിക്കുന്നതെന്നറിയോ? അയാള് വന്നത്, അത് സുരേന്ദ്രൻ പാണക്കാട് വന്നത് ബർക്കത്തെടുക്കാനാണ് എന്ന് ക്യാമ്പയിൻ നടത്തുക പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾക്കതൊരു നിലപാടുണ്ട്.
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരാള് ഈ രാജ്യത്തെ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് അതെങ്ങനെ വ്യാഖ്യാനിച്ചാലും RSS അല്ല, അത് ജാതി വെച്ച് വ്യാഖ്യാനിച്ചാലും RSS അല്ല. NSSന്റെ നാരായണ പണിക്കർ വന്നു എന്ന് പറയട്ടെ, അതല്ലെങ്കിൽ KPMSന്റെ പുന്നല വന്നു എന്ന് പറയട്ടെ, വെള്ളാപ്പള്ളി നടേശൻ വന്നു എന്ന് പറയട്ടെ, അതുപോലെ ഇവിടത്തെ P രാമഭദ്രൻ വന്നു എന്ന് പറയട്ടെ, അങ്ങനെ ആരൊക്കെ വരാനുണ്ട്, അത് അഭിമാനത്തോടെ പറയട്ടെ. മതനിരപേക്ഷതയുടെ ഈറ്റില്ലമായ പാണക്കാട് തറവാടിലേക്ക് ഹൈന്ദവ നേതൃത്വം കടന്നു വരുന്നുവെന്ന് അങ്ങനെയുള്ളവരല്ല വരുന്നത്, മറിച്ച് RSS നേതാക്കൾ സ്ഥിരമായി സന്ദർശനം നടത്തുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് വംശഹത്യക്ക് കാർമ്മികത്വം വഹിക്കുന്ന ഒരു സംവിധാനത്തിന്റെ നേതാക്കന്മാര് നിരന്തരം സന്ദർശിക്കുന്നത് അഭിമാനത്തോടെ അവതരിപ്പിക്കലാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. കൂട്ടത്തിൽ എന്താണെന്ന് അറിയാം, ഞങ്ങളോടൊക്കെ വളരെ അകലം പാലിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിട്ട് മാറ്റിവെച്ച ഒരു ലിഫ്റ്റിൽ വെച്ച് കണ്ടിട്ട്, ഞാൻ മലപ്പുറത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്, അജ്മൽ ഒന്നുണ്ട് ഉണ്ടോ, നിങ്ങൾക്കറിയാം നമ്മുടെ കളമശ്ശേരിയില് ഒരു 8 പേര് കൊല്ലപ്പെട്ട ഭീകരാക്രമണം ഉണ്ടായി. മലപ്പുറത്ത് പ്രിയപ്പെട്ടവർ കേൾക്കണം, ഞാൻ കേവലം രാഷ്ട്രീയം മാത്രം പറയുകയല്ല. RSSന് സ്ഥിരം സ്വീകരണം ഒരുക്കി അത് അന്തസ്സോടെ സമൂഹത്തോട് പങ്കുവെക്കുന്ന അതൊരു തറവാടിന്റെ അല്ലെങ്കിൽ സാധിക്കലി തങ്ങളുടെ മാതൃകാ പ്രവർത്തനമാണ് എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങള് പിറ്റേ ദിവസം ആ മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിന് വേണ്ടി പോയി. അന്ന് ഞങ്ങൾ 3-4 പേര്, ഫൈസൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞങ്ങള് ഒരു ലിഫ്റ്റിൽ ഇങ്ങനെ കയറുമ്പോൾ അഭിനന്ദനായ പാണക്കാട് തങ്ങളും അഥവാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും അവിടുത്തെ ജില്ലാ ഭാരവാഹികളും കൂടി ആ ലിഫ്റ്റിൽ കയറി. മുഖത്ത് നോക്കി സലാം പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന ഒരു മഹാനുഭാവന്റെ പേരാണ് പാണക്കാട് തങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കണം, ലിഫ്റ്റിനകത്താണ്. RSS അത് കാണുമൊന്നുമില്ലല്ലോ, RSS കാണാതെ എങ്കിലും ആ പറഞ്ഞ സലാം ഒന്ന് മടക്കിക്കൂടെ? അത് കാണിച്ചിട്ടില്ല. അത് എന്തിന്റെ പേരിലാണ് എന്ന് എനിക്കറിയില്ല. വേറെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഞാൻ മുമ്പ് സേവനം ചെയ്ത പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഞാൻ കൊണ്ടയാളാണ്, അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഒരു ലിഫ്റ്റിന്റെ പഴയ ലിഫ്റ്റാ, ആകെ കയറാവുന്ന 5 പേർക്കാർ 8 പേര് കയറിയിട്ടുണ്ട്. അതിൽ വെച്ച് മുഖത്ത് നോക്കി ഒരു സലാം പറഞ്ഞിട്ട് അത് മുഖത്തു നോക്കി മടക്കാതെ തിരിഞ്ഞു നിന്ന ആ മതബോധവും ആ മതനിരപേക്ഷതയുടെ കാവൽ മനോഭാവം ഉണ്ടല്ലോ, അതാണ് സംഘപരിവാറിനെ നിരന്തരം അങ്ങോട്ട് ആകർഷിക്കുന്നതെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ പരസ്യമായിട്ട് ഇവിടെ പറഞ്ഞതാണല്ലോ. മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലയിലെ നേതാക്കളും ഉണ്ട്. നിങ്ങളപ്പ എന്ന് പറഞ്ഞാൽ അത് STPയുടെ ഉള്ള വിരോധം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കേണ്ടത് RSSകാർക്ക് സ്വീകരണം ഒരുക്കുന്ന ഒരാൾക്ക് പോലും സലാം പറഞ്ഞു പോയാൽ മടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ വേറെ അതിന്റെ ബാക്കി പറയുന്നില്ല, വേറെ അനുബന്ധമായി. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു തറവാടിന്റെ പേരിലുള്ള ഒരു രാഷ്ട്രീയമല്ല. നിങ്ങൾ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിനെ നമ്മൾ തകർക്കലല്ല, മുസ്ലിം ലീഗിനെ തകർക്കരുത് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ ഇളകിക്കൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന തറവാടെന്ന് ബോധ്യമുണ്ട്. ബദൽ രാഷ്ട്രീയം സമൂഹത്തിന് സമർപ്പിച്ചിട്ട് വേണം, അഥവാ നമുക്കൊരു സാധനം നമ്മൾ പണിയണമെന്ന് പറഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ നിർഭയത്വത്തിന്റെയും ശുഭപ്രതീക്ഷയുടെയും ആത്മബലത്തിന്റെയും ആർജവത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു ബദൽ രാഷ്ട്രീയം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്നു. അതിന്റെ പേരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതാണ്. അത് പിന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 30 കൊല്ലത്തിനുള്ളിൽ, ഞാൻ ഇത് പറയുമ്പോ പയറഞ്ഞാഴിന്നല്ല പറയേണ്ടത്, 30 കൊല്ലത്തിനുള്ളിൽ നമ്മൾ കേൾക്കണം. മലപ്പുറത്ത് നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതായിരിക്കും, നാട്ടുകാരെ കാശ് പിരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കലല്ലാതെ. ഞാൻ ഈ പൊതുവേദിയിൽ ചോദിക്കുകയാണ്, 30 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഭരണസ്വാധീനം ഉണ്ടായിട്ട് നിയമാനുസൃതം കിട്ടേണ്ട മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഏത് അവകാശത്തെയാണ് നിങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത്? ഒറ്റ വാക്കിൽ മറുപടി പറയാവുന്ന കേസല്ലേ ഉള്ളൂ.
30 കൊല്ലത്തെ കാലാവധി നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ സീതി ഹാജിയുടെയും CH-ന്റെയും ചരിത്രമല്ല, ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. 30 കൊല്ലത്തിനുള്ളിൽ. അതാണ് ഇതിന്റെ വഴിമാറ്റം, അതാണ് ഇതിന്റെ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം. അത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ വോട്ട് മുഴുവനും ഞങ്ങൾക്ക് കിട്ടുമെന്നത് കൊണ്ട് ആ വ്യക്തിയെ ഒരു കൾട്ടാക്കി മാറ്റി ഒരു സമൂഹത്തിന്റെ ജനാധിപത്യപരമായ സംശുദ്ധമായ ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കേണ്ട വോട്ടെന്ന നിലപാടിനെ അങ്ങനെ സ്വാധീനിക്കുന്ന സ്ഥിതി തുടർന്നു പോയാൽ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അവര് കുറച്ചു പേർക്ക് ചിലപ്പോൾ സംഘപരിവാരം വല്ല പരിരക്ഷ കൊടുക്കുമായിരിക്കും, അറിയില്ല. പക്ഷെ സാധാരണക്കാരെന്ത് ചെയ്യും? ഈ കൊല്ലപ്പെടുന്നവരെന്ത് ചെയ്യും? ഈ ആക്രമിക്കപ്പെടുന്നവരെന്ത് ചെയ്യും? ഈ പൗരത്വം നിഷേധിക്കപ്പെടുന്നവരെന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു ബദല് വളർത്തിക്കൊണ്ട് വരണം. ആ ബദലാണ് ഈ പാർട്ടി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ത്യ തകരാൻ പാടില്ല. നമ്മുടെ സ്വാതന്ത്ര്യം നമുക്കും തലമുറയ്ക്കും വേണം. നമുക്ക് ഉള്ള സർവ്വ നന്മകൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിന് ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം പോരാ, എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും SDPക്കാരാണെന്ന അഭിപ്രായം എനിക്കില്ല. പൊതു രാഷ്ട്ര നന്മയെ മുന്നിൽ കണ്ടുകൊണ്ട് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാനുള്ളത് ഈ ബദലിനെ നമ്മൾ ശക്തിപ്പെടുത്തണം. അഥവാ തലമുറയ്ക്ക് വേണ്ടി ഒരു സംവിധാനത്തെ ഒരുക്കണം, രാജ്യത്തിന് വേണ്ടി ഒരു സംവിധാനത്തെ ഒരുക്കണം. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോ എന്താവും സ്ഥിതിന്ന് നമ്മൾ ആലോചിക്കണം. ഏത് കാര്യം അങ്ങനെ നമ്മൾ റിവ്യൂ ചെയ്യൂലോ, എന്തായി, ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്, അതൊന്ന് തിരുത്തണ്ടേ വേണ്ടേ? ആ ആലോചന രാഷ്ട്രീയ നിലപാടിൽ നമുക്കുണ്ടാകണം. അത് നമ്മൾ സമൂഹത്തോട് പറയണം. നമുക്ക് ആരോടും വിരോധമില്ല, RSSനോടല്ലാതെ ആരോടും വിരോധമില്ല. RSSനുള്ള വിരോധത്തിന്റെ ആഴമെന്ന് പറഞ്ഞാൽ ഒരാൾ RSSകാരാണെന്ന് ബോധ്യം വന്നാൽ ദശലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നതിന്റെ രക്തക്കറയും ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും കൊന്നൊടുക്കാൻ നിലപാട് സ്വീകരിച്ചതിന്റെ വലിയമസമായ മനസ്സിന്റെയും ഉടമയെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഹസ്തദാനം കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. RSSകാരൻ അത് ബോധ്യമാണ്. അതാണ് വ്യക്തിപരമായ എന്റെ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടെന്നല്ല ഞാൻ പറയുക. ബോധ്യം വന്നാൽ ഞാനത് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ നെഹ്റു യുവ കേന്ദ്ര ഡയറക്ടറായ സമയത്ത് കൊല്ലത്തൊരു പരിപാടിക്ക് വന്നു, ഒരു ഇഫ്താർ പരിപാടിക്ക്. ഞാനിവിടെ ഉണ്ട്. എന്നോട് അന്ന് അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു, ഒന്ന് സൗഹൃദം വന്നു. ഞാൻ പറഞ്ഞു, ആരോടാ സൗഹൃദം? RSSകാരോടെന്ത് സൗഹൃദം? ഈ രാജ്യത്തെ പൊതുസമൂഹം ഐക്യപ്പെടണം. ഈ രാജ്യത്തെ പൊതുസമൂഹം ഐക്യപ്പെടണം. RSS ആണ് അപകടമെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ പറഞ്ഞ സഞ്ജീവ് ഭട്ട് ജയിലിൽ കിടക്കുക. എന്ത് ത്യാഗമാണ് പ്രിയപ്പെട്ടവരെ! എന്തായിരുന്നു കാരണം? ഗുജറാത്ത് കലാപത്തിൽ ഒരു നിലപാട് സത്യസന്ധമായി സ്വീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് കാരാഗ്രഹത്തിൽപ്പെട്ടത്. ആ ഒരു നാടൻ ഭാഷയിൽ ആ ഈമാനെന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണല്ലോ പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് എന്താ? മകള് പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്റെ അച്ഛന്റെ കാര്യത്തിൽ, എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഭരണഘടന നൽകുന്ന ഒരു മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് മാനവികമായ നിലപാട് സ്വീകരിച്ച് നീതിയോടൊപ്പം നിന്നു. ആ നീതിക്ക് പകരം കാരാഗ്രഹമാണ് കിട്ടിയതെങ്കിൽ അതിലെനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുന്ന ഒരു ഭാര്യ. സഞ്ജീവ് ഭട്ട് നൂള, അങ്ങനെ എത്രയോ ആളുകൾ നിലപാട് അതല്ലേ? അതിനെയല്ലേ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ മതനിരപേക്ഷതപരമായ നിലപാട് സംഘപരിവാറിനോട് അകലം പാലിക്കുന്നതാണ്. അതെനിക്ക് പ്രേമേന്ദ്രൻ പറഞ്ഞ നിലപാടല്ല, സാദിഖ് അലി തങ്ങൾ പറയുന്ന നിലപാടല്ല, സാമ്പ്രദായിക പാർട്ടികൾ പറയുന്ന നിലപാടല്ല, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കാണിക്കുന്ന നിലപാടുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് അരാജകത്വം ആഘോഷിക്കണമെന്ന് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്ന തലമുറയുടെ ധാർമ്മികമായ സർവചിന്തകളെയും കർമ്മമാർഗങ്ങളെയും അരിവശപ്പെടുത്തുന്ന അപകടകരമായ പ്രത്യയശാസ്ത്രം എന്ന് മാത്രമല്ല സവർണ സംഘപരിവാർ താല്പര്യം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് മതന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടവും ഒരു സംവിധാനവുമാണ് കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി ഗവൺമെന്റും.
നമ്മൾക്ക് യാഥാർത്ഥ്യ ബോധമില്ലാതെ എവിടെയെങ്കിലും ഒരു ബീഫ് കൊടുത്തു എന്ന് പറഞ്ഞല്ല രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ യാത്ര കേരളത്തിലെ ജനതയോട് പറയുന്നത്, അഥവാ നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്, അഥവാ തലമുറയ്ക്ക് വേണ്ടി നാം പറയുകയും സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടത് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാകണം. ഇതൊരു എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോഴും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ബ്രിട്ടീഷ് രാജ്യവും ബ്രിട്ടീഷ് ഭരണവും അതിന്റെ മൂർധന്യരിക്കുന്ന സമയത്താണ് രാജ്യത്തിന്റെ മലപ്പുറത്തിന്റെ കോളിൽ നിന്നുൾപ്പെടെ ധീരമായ എതിർ ശബ്ദങ്ങൾ രൂപപ്പെട്ടത്. ആ ശബ്ദം രാജ്യം ഏറ്റെടുത്തു. ഒരുപാട് ആളുകൾ രക്തസാക്ഷികളായി, ഒരുപാട് ആളുകൾക്ക് നഷ്ടങ്ങൾ വന്നു. അവർ മാനവികത ഇന്ത്യക്ക് വേണ്ടി ശബ്ദിച്ചു. വൈദേശിക ദുഷ്ടശക്തികൾക്കെതിരെ കാർക്കശമായ പോരാട്ടത്തിന്റെ സമീപനം സ്വീകരിച്ചു. മരണമെങ്കിൽ മരണം, നിങ്ങളുടെ അധിപത്യം ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. അത്തരം നിലപാട് സ്വീകരിച്ച് നമ്മുടെ മഹത്തായ രാജ്യം രൂപപ്പെട്ടു. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് കെട്ടുകെട്ടി പോകേണ്ടി വന്നു. സമരങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന. അത്രയും വലിയൊരു സാമ്രാജ്യം എന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിസ്തൃതി നമുക്ക് ബോധ്യമുണ്ട്. രാവും പകലും വരുന്നവിടെ ഒരുപോലെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ സർവ്വ സംവിധാനങ്ങളെയും പരാജയപ്പെടുത്തി അവരെ കെട്ടിക്കാൻ ഒരു ദിവസം കൊണ്ടല്ല, ഞാൻ പറയുന്നു 4.5 നൂറ്റാണ്ട് കൊണ്ടാണ് സർവ്വ വൈദേശികരെയും കെട്ടിച്ചത്. ആദ്യ ആഗമനം മുതൽ എന്നതുപോലെ ഫാഷിസം അതിന്റെ മൂർധന്യതയിലാണ്. ആ മൂർധന്യതയിൽ നിൽക്കുമ്പോഴാണ് നമ്മളും ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. അഥവാ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുണ്ട്, അത് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഇത് പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ആ രാഷ്ട്രീയത്തിന് വേണ്ടി ഞങ്ങൾ സംഘടിക്കും. ഞങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തും. അതിനുവേണ്ടി വർത്തമാനം പറയും. അതിനുവേണ്ടി ഞങ്ങൾ ഉറക്കമൊഴിയും. അതിനുവേണ്ടി ഞങ്ങൾ യാത്ര ചെയ്യും. ഞങ്ങളുടെ നാട്ടുകാർക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തും. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഇന്ത്യയുടെ പൂർവ്വകാല സൂര്യകൾ സൃഷ്ടിക്കുന്ന ഈ രാജ്യം തകരാതെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സായം സന്ധ്യയിൽ പ്രതിജ്ഞ ചെയ്യാം. നമുക്ക് ആ ഒരു നിലപാട് സ്വീകരിക്കാം. ആ നിലപാട് അംഗീകരിച്ച മുഴുവൻ ആളുകളും ഒന്ന് ശക്തമായി കയ്യടിക്കണം. നമുക്ക് ആ നിലപാട് സ്വീകരിക്കാം. ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് ഇത് രാജ്യത്തിന് വേണ്ടിയാണ്, ഇത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്, ഭരണഘടനയ്ക്ക് വേണ്ടിയാണ്. ഇത് വൈകാരികതയല്ല, ഇത് ജനാധിപത്യത്തിന്റെ നിലപാടാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് നമ്മുടെ നിലപാടല്ല. ആരെയും കൈക്കരുത്തുകൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് നമ്മുടെ നിലപാടല്ല. ആരെങ്കിലുമൊക്കെ തല്ലാൻ വന്നാൽ കൈ പിടിക്കും, അത് മാനുഷികമാണ്. അത് പിടിക്കണം എന്നത് മനുഷ്യന്റെ ധർമ്മമാണ്. അതല്ലാതെ ആരെങ്കിലും ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താമെന്ന ഒരു വ്യാമോഹവും നമുക്കില്ല. അതല്ല നമ്മൾ കാണുന്നത്. അത് അവനവന്റെ പ്രതിരോധമാണ്. നമ്മൾ കാണുന്നത് ജനങ്ങൾക്ക് രാഷ്ട്രീയം പഠിപ്പിക്കും. ഇന്നത്തെ ഈ രാജ്യത്തിന്റെ ദുരന്തത്തിന്റെ കാരണക്കാർ ആരൊക്കെയാണെന്ന് ജനങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അത് പഠിപ്പിച്ച് ഇന്ന് ആരെങ്കിലും പറയുമ്പോൾ വോട്ട് ചെയ്യുന്നതിന് പകരം ഞാനൊരു പൗരനാണ്, എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഈ സ്ഥിതിവിശേഷം മാറാൻ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നിലപാട് വോട്ട് ചെയ്യലാണ് എന്ന തിരിച്ചറിവോടെ ആലോചനാപൂർവമുള്ള ഒരു രാഷ്ട്രീയ നിലപാട് രാജ്യത്തിന് വേണ്ടി സ്വീകരിച്ച്, വ്യക്തികൾക്ക് വേണ്ടിയല്ല, കടപ്പാടിന്റെ പേരില്ല, രാജ്യം ഭരണഘടന എന്ന ആ ഉദാത്തമായ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക. ആ ധർമ്മമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഈ പ്രസ്ഥാനം രാജ്യവ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1000-നടുത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഈ പാർട്ടിക്കുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ ഭരണകൂടം സ്വാഭാവികമായും എല്ലാ പാർട്ടികൾക്കും എതിരെ ഇപ്പൊ പറഞ്ഞെന്താ SDPI എന്ന് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. ആരും മിണ്ടിയിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ മരവിപ്പിച്ചു, ജയ്ഹിന്ദിന്റെ മരവിപ്പിച്ചു. പിന്നെ കണ്ടില്ല, ആദ്യം ഒന്ന് കണ്ടായിരുന്നു. ആരെ ചോദിക്കാനുള്ള? എത്ര മന്ത്രിമാരപ്പ ജയിലിൽ കിടക്കണ? പിണറായി പോകാത്തത് നല്ലൊരു ഡീലിന്റെ പേരില്ല. എത്ര ആളുകളാ പോകാത്തത്? പക്ഷെ ജയിലിൽ എന്തോരം ആളുകളാ മന്ത്രിമാര്. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കും. അതിപ്പോ SDP ആയതുകൊണ്ടല്ലോ. ആ SDP-കാർക്ക് ജയിലിൽ കുറവാ, വളരെ കുറവാ നേതാക്കന്മാര്. പക്ഷെ അല്ലാത്ത നിങ്ങൾ കോൺഗ്രസിന്റെ നോക്ക്. നിങ്ങളിപ്പോ എന്താണ് ഇവിടെ വലിയ വിപ്ലവം പറഞ്ഞു വന്ന ചൂലിന്റെ പാർട്ടിയുടെ നിങ്ങളൊന്നും നോക്ക്. മുഖ്യമന്ത്രി പോലും പോകുന്നു. അത് അവർ കുറ്റം ചെയ്തു എന്നതല്ല. ഫാഷിസം ആ നിലയിൽ എതിരാളികളെ വിയോജിക്കുന്നവരെ വേട്ടയാടുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് നമ്മളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് കാണാതെ
നിലപാടുള്ളവരെയും അഴിമതിക്കാരെയും അത് ബാധിക്കും. നമ്മൾ അഴിമതിയില്ല, പക്ഷെ നിലപാടുണ്ട്. അത് ഭരണഘടനയുടെ നിലപാടാണ്. ഈ നിലയിൽ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയം സംഘടിപ്പിച്ച് നമുക്ക് രാജ്യത്തെ സംരക്ഷിക്കണം. അതിന് പരസ്പര സ്നേഹമാണ് വേണ്ടത്. ഈ രാജ്യത്തെ പൊതുസമൂഹം ഐക്യപ്പെടണം. നമ്മൾ ജാതിമത ഭേദമന്യേ എല്ലാവരോടും സ്നേഹത്തോടെ ഇത് പറയണം. എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണം. ഫാഷിസ്റ്റുകൾ പോലും പെട്ടുപോയവരുണ്ടാകും, അവരെ നന്നാക്കാൻ നോക്കണം. ഒരു BJP-കാരൻ നന്നായി RSS തള്ളിപ്പറഞ്ഞാൽ STPയിലേക്ക് വന്നാൽ STPയുടെ ഭരണഘടന അനുസരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു തടസ്സമില്ല. മാറ്റിസ്റ്റുകാരെ സ്വീകരിക്കാം, ആര് വന്നാലും സ്വീകരിക്കാം. നമ്മൾ പറഞ്ഞെന്താണ്? ഫാഷത്തോട് വിട പറയണം, അവന്റെ മനസ്സ് ശുദ്ധിയാക്കണം. ആ വിശ്വാസം അർപ്പിച്ച് സാധ്യതയുള്ള മുഴുവൻ ആളുകളോടും വിശ്രമമില്ലാതെ ഈ സന്ദേശം പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും രാജ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയം പറയാൻ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. ആ നിലയിൽ മലപ്പുറം ജില്ലയിൽ ഇതൊരു വലിയ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റി എന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടല്ല, ആലോചനാപൂർവ്വം ഇത് ചെയ്യണം. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അഥവാ ചില കുടുംബങ്ങൾ പറയുന്നിടത്താണ് പോലീശ, അല്ലെങ്കിൽ പിന്നെ മക്ഷര ചെല്ലുമ്പോൾ തങ്ങൾ ചോദിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ നേരിന്റെ രാഷ്ട്രീയം പരിചയപ്പെടുത്തി രാജ്യത്തിന്റെ കാവലാളുകളായി മാറാൻ നമുക്ക് സാധ്യമാകണം. ആ നീതിയുടെ പൂർണ്ണത പുലരുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. ഈ സന്ദേശമാണ്, അഥവാ ഈ സ്നേഹ രാഷ്ട്രീയമാണ്, ഈ ഉത്തരവാദിത്വത്തിന്റെ രാഷ്ട്രീയമാണ്, ഈ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയമാണ്, ഈ ഭരണഘടനയുടെ രാഷ്ട്രീയമാണ്, സൗഹൃദത്തിന്റെ ഒരുമയുടെ ചേർത്ത് നിർത്തേണ്ട രാഷ്ട്രീയമാണ്, അഥവാ മാനവികമായ മൂല്യങ്ങളാണ് ഈ ജാഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയും പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ കൂടി നിങ്ങൾ നെഞ്ചിലേറ്റി മലപ്പുറം ജില്ല ഉൾപ്പെടെ കേരളത്തിന്റെ സർവ്വഭൂമികയിലും ഇന്ത്യ രാജ്യത്തിന്റെ മുക്കുമൂലകളിലും ഈ സൂര്യോദയത്തിന് വേണ്ടി കാത്തിരിക്കാം. അത് തലമുറയുടെ സുരക്ഷിതത്വത്തിന്റെ അടയാളമായി നമുക്ക് രേഖപ്പെടുത്താം. അതിന് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ ഈ നിറഞ്ഞ സ്വീകരണത്തിന്, മനസ്സ് നിറഞ്ഞ സ്വീകരണത്തിന്, പോരാട്ട ബീജത്തിന്റെ നന്മയും നിങ്ങളുടെ ഉദാരതയും കലർന്ന ഈ മഹിതമായ ഈ മാതൃകാപരമായ ഈ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ജാഥയുടെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും 1000 വട്ടം നിങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംഘാടന മികവ് ഓരോ ജില്ലകളിലും അത് നല്ല മാതൃകാപരമായ സംഘാടനമാണ് നടക്കുന്നത്. ഓരോ ജില്ലകൾ കടക്കുമ്പോഴും വളരെ പ്രശംസനീയമായ രീതികളാണ് കാണുന്നത്. ആ കാര്യത്തിൽ മലപ്പുറം ജില്ല പുലർത്തിയ മാതൃകാപരമായ മികവിനെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.